കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റാണ് BNPL അഥവാ ബൈ നോ പേ ലേറ്റർ. പേര് പോലെ തന്നെ ഇതൊരു ഷോർട്ട് ടൈം ലോണാണ്. നമുക്ക് ഒരു ഉൽപ്പന്നം വാങ്ങാനോ അല്ലെങ്കിൽ ഒരു സർവീസ് ഉപയോഗിക്കാനോ നമുക്ക് പണം കടമായിട്ട് തരുന്നു. അതിനുശേഷം അവർ പറയുന്ന ഒരു ഡേറ്റ് ഉണ്ടാകും. ആ ഒരു ഡേറ്റിന് മുമ്പായിട്ട് നമ്മൾ എമൗണ്ട് റീപേ ചെയ്താൽ മതി. അങ്ങനെ അവർ പറയുന്ന ഡേറ്റിന് മുമ്പായിട്ട് കംപ്ലീറ്റ് എമൗണ്ട് റീപേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ചാർജോ പലിശയോ ഒന്നും തന്നെ നൽകേണ്ടതായിട്ടില്ല. അതേസമയം ആ ഒരു ഡേറ്റ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് എമൗണ്ട് റീപേ ചെയ്തില്ല, നമ്മൾ ഡ്യൂ വന്നു കഴിഞ്ഞാൽ ലേറ്റ് പേയ്മെൻറ്റ് ഫീസും അതുപോലെ തന്നെ ഉയർന്ന പലിശയും നൽകേണ്ടതായിട്ട് വരും. ഈ രീതിയിലാണ് നോർമലി ഒരു ബൈ നോ പേ ലേറ്റർ സംവിധാനം വർക്ക് ചെയ്യുന്നത്. ചില പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് EMI ഇടാനുള്ള സൗകര്യവും ഈ ഒരു ബൈ നോ പേ ലേറ്ററിലുണ്ട്. നമുക്ക് ചെറിയ കാലാവധിയിലേക്ക് EMI ഇടാം. നോർമലി ഒരു 12 മാസത്തേക്കൊക്കെയാണ് നമുക്ക് ബൈ നോ പേ ലേറ്ററിൽ EMI ഇടുവാനായിട്ട് സാധിക്കുക. പക്ഷേ കൂടുതൽ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് EMI ഇടാനുള്ള സൗകര്യമില്ല. നമുക്ക് ജസ്റ്റ് ഉപയോഗിക്കുന്ന തുക നമുക്ക് റീപേ ചെയ്യാനായിട്ടൊരു ചെറിയൊരു സാവകാശം കിട്ടും. ഇത് ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ എപ്പോഴാണ് നമ്മൾ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നോർമലി ഒരു 35 ദിവസമൊക്കെയാണ് നമുക്കൊരു സാവകാശം കിട്ടുന്നത്. അത് നമ്മൾ ബില്ലിംഗ് സൈക്കിളിൻ്റെ 1-ാം തീയതി സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു 35 ദിവസത്തെ സാവകാശം കിട്ടൂ. നമ്മൾ 30-ാമത്തെ ദിവസമാണ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 5 ദിവസത്തെ സാവകാശം മാത്രമേ കിട്ടുകയുള്ളൂ. ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലും അതുകൂടാതെ പല ഫിൻടെക് പ്ലാറ്റ്ഫോമുകളും ഒരു പ്രൊഡക്റ്റായിട്ടും ഈ ഒരു ബൈ നോ പേ ലേറ്റർ സർവീസ് നൽകുന്നുണ്ട്. ഇപ്പോൾ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കസ്റ്റമറിൻ്റെ കയ്യിൽ പണമില്ലെങ്കിലും ഈ ഒരു ബൈ നോ പേ ലേറ്റർ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതിനാൽ അവർക്ക് അവരുടെ സെയിൽ ഇതിലൂടെ കൂട്ടുവാനായിട്ട് സാധിക്കും. ഏതെങ്കിലും ഒരു ബാങ്ക് അല്ലെങ്കിൽ ബാങ്കിതര ധനകാര്യ സ്ഥാപനവുമായിട്ട് ടൈപ്പായിട്ടായിരിക്കും ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആയാലും ഫിൻടെക് കമ്പനി ആയാലും ഈ ഒരു BNPL സർവീസ് നൽകുന്നത്. മറ്റു ലോണുകളെ അപേക്ഷിച്ച് ഈ ഒരു BNPL ലോൺ ഈസി ആയിട്ട് കിട്ടുന്നതിനാലാണ് കൂടുതൽ ആളുകളും ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഓരോ വർഷവും ഏകദേശം 65% ആളുകളാണ് പുതിയതായിട്ട് ഈ ഒരു BNPL സർവീസ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നത്. സോ അത്രത്തോളം ഓരോ വർഷവും പുതിയതായിട്ട് ആളുകൾ ഈ ഒരു BNPL സർവീസ് ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ട്. സോ ഈ ഒരു ബൈ നോ പേ ലേറ്റർ സർവീസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇതൊരു ലോൺ പ്രൊഡക്റ്റ് ആണ്. നമ്മൾ ആക്ച്വലി ഈ ഒരു ബൈ നോ പേ ലേറ്റർ സർവീസ് ഉപയോഗിക്കുന്നതിലൂടെ നമ്മളുടെ പേരിൽ ഒരു അക്കൗണ്ട്, ഒരു ലോൺ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു ബൈ നോ പേ ലേറ്ററിൻ്റെ പരസ്യങ്ങളിലൊന്നും ഇത് ലോണായിട്ട് പറയുകയില്ല, പക്ഷെ അത് ആക്ച്വലി ഒരു ലോണാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം ഏത് ബാങ്കായിട്ട് അല്ലെങ്കിൽ ഏത് ബാങ്കിതര ധനകാര്യ സ്ഥാപനവുമായിട്ടാണോ ടൈപ്പ് ആയിരിക്കുന്നത് ആ ഒരു സ്ഥാപനത്തിൽ നമ്മുടെ പേരിൽ ഒരു ലോൺ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ ഈ ഒരു ബൈ നോ പേ ലേറ്ററിന് അപ്ലൈ ചെയ്ത് നമ്മളത് ഉപയോഗിച്ചില്ലെങ്കിലും അവിടെ ആ ഒരു ലോൺ അക്കൗണ്ട് ആക്റ്റീവായിട്ട് കിടക്കും. ആ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക. പിന്നെ മനസ്സിലാക്കിയിരിക്കുന്ന മറ്റൊരു കാര്യം, തിരിച്ചടവ് മുടങ്ങിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും. പലരും ഈ ഒരു ബൈ നോ പേ ലേറ്റർ സർവീസ് എടുത്തിട്ട് തിരിച്ചടക്കാത്തവരുണ്ട്. ഇത് അടച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലെന്ന് കരുതിയിരിക്കുന്നവർ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് നമ്മുടെ ക്രെഡിറ്റ് ബ്യൂറോയിൽ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ ഈ ഒരു ബൈ നോ പേ ലേറ്ററിന്റെ റീപേയ്മെന്റ് കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ബ്യൂറോയിൽ അത് ഡ്യൂ ആയിട്ട് മാർക്ക് ചെയ്യപ്പെടും. അങ്ങനെ ഒരു റെഡ് ഫ്ലാഗ് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ജീവിതത്തിൽ നല്ലൊരു ലോണോ ഇല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളോ ഒന്നും തന്നെ കിട്ടുകയില്ല. അത് മാത്രമല്ല ഫ്യൂച്ചറിൽ ഈ ഒരു ക്രെഡിറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത് പല സാമ്പത്തിക ഇടപാടുകൾക്കും പരിഗണിച്ച് തുടങ്ങും. അപ്പോൾ അത്തരമൊരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റി അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് സിമ്പിളായിട്ട് കാണാതിരിക്കുക. നമ്മൾ ഈ ഒരു ബൈ നോ പേ ലേറ്ററിലെ എമൗണ്ട് ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് റീപേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കുമെന്ന് മനസ്സിലാക്കുക. പിന്നെ ഒരു ബൈ നോ പേ ലേറ്റർ സർവീസ് ഉപയോഗിച്ച് EMI ഇടുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഓരോ തവണ EMI ഇടുമ്പോഴും ഓരോ ലോൺ അക്കൗണ്ടായിട്ട് അവിടെ അത് ജനറേറ്റ് ആവുന്നുണ്ട്. നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഓരോ EMIയും ഓരോ ലോൺ അക്കൗണ്ടായിട്ട് അവിടെ വരും. സോ ഇങ്ങനെ ലോൺ അക്കൗണ്ടുകളുടെ എണ്ണം കൂടുന്നത് നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. സോ ബൈ നോ പേ ലേറ്റർ സർവീസ് ഉപയോഗിച്ച് EMI ഇടാതിരിക്കുന്നതാണ് നല്ലത്. EMI ഇടാനായിട്ട് ഇതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. പിന്നെ ഈ ഒരു ബൈ നോ പേ ലേറ്റർ സർവീസ് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫീസും ചാർജുകളും. ഈ ഒരു ബൈ നോ പേ ലേറ്ററുമായി ബന്ധപ്പെട്ടുള്ള ഫീസും ചാർജും ഒന്നും വ്യക്തമായിട്ട് അവർ കൊടുത്തിട്ടുണ്ടാവില്ല. അത് നമ്മൾ സ്വയം കണ്ടെത്തേണ്ടതായിട്ട് വരും. ജസ്റ്റ് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ചാർജുകൾ അറിയുവാനായിട്ട് സാധിക്കും. നോർമലി നമ്മൾ കറക്റ്റായിട്ട് റീപേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വരുന്ന പലിശയാണ്. പലിശ ഏകദേശം ആനുവലി 30% ഈടാക്കുന്നത്. പലിശ കൂടാതെ ലേറ്റ് പേയ്മെൻറ്റ് ചാർജ്, അങ്ങനെയുള്ള കുറച്ച് ചാർജുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നത് ആ ഒരു പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട ഫീസ് ആൻഡ് ചാർജിനെ പറ്റി വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവണം. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് തിരിച്ചടവ് ശേഷി. നിങ്ങൾ ഈ ഒരു ബൈ നോ പേ ലേറ്റർ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങാനോ ഇല്ലെങ്കിൽ ഒരു സർവീസ് ഉപയോഗിക്കാനോ സാധിക്കും. കാരണം നമുക്ക് ഈ ഒരു BNPL നിന്നും പണം കടമായിട്ട് ലഭിക്കും. പക്ഷേ നമുക്ക് ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് ഉപയോഗിച്ച തുക റീപേ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്ന് ഒന്ന് ഉറപ്പ് വരുത്തേക്കുക. നിങ്ങളുടെ നോർമലി ഒരു മന്ത്ലി എക്സ്പെൻസ് ഉണ്ടാവും. ആ ഒരു എക്സ്പെൻസിനെ ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് പണം മിച്ചം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ബൈ നോ പേ ലേറ്ററിൽ നിന്ന്
ഉപയോഗിച്ച തുക നമുക്ക് കറക്റ്റായിട്ട് റീപേ ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ ഈ ഒരു ബൈ നൗ പേ ലേറ്റർ ഉപയോഗിച്ച് ഒരു തുക സ്പെൻഡ് ചെയ്യുമ്പോൾ ആ ഒരു തുക നിങ്ങൾക്ക് ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് കറക്റ്റായിട്ട് റീപേ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കംപ്ലയിൻറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമാണ് ഈ ഒരു BNPL സേവനത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ആ ഒരു പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല ഫോറംസിലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് കാണുവാനായിട്ട് സാധിക്കും. റീപേ ചെയ്താൽ കൂടി പല സ്ഥാപനങ്ങളും അത് ഡ്യൂ ആയിട്ട് ക്രെഡിറ്റ് ബ്യൂറോയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പല കംപ്ലയിൻറ്റ്സും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പേ ലേറ്റർ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് നല്ല ടൈം ഡിലേ എടുക്കുന്നുണ്ട്. കസ്റ്റമർ സപ്പോർട്ടിൽ നിന്ന് നല്ലൊരു റെസ്പോൺസ് കിട്ടുന്നില്ല. അങ്ങനെ കുറേയധികം കംപ്ലയിൻറ്റ്സ് ഈ ഒരു ബൈ നൗ പേ ലേറ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ബൈ നൗ പേ ലേറ്റർ സംവിധാനം ഉപയോഗിച്ചേ മതിയാകും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ട്രസ്റ്റബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം മാത്രം ചൂസ് ചെയ്യുക. ഇപ്പോൾ മാർക്കറ്റിലേക്ക് പുതിയതായിട്ട് കുറേയധികം ഫിൻടെക് കമ്പനികൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാതിരിക്കുക. അതിന് പകരം ട്രസ്റ്റബിൾ ആയിട്ടുള്ള നമുക്കിപ്പോൾ അറിയാൻ പറ്റുന്ന നല്ലൊരു ബ്രാൻഡ് തന്നെ ഈ ഒരു ബൈ നൗ പേ ലേറ്റർ സർവീസിനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുക. പിന്നെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഒരു ബൈ നൗ പേ ലേറ്ററിനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ക്രെഡിറ്റ് എൻക്വയറി നമ്മുടെ ക്രെഡിറ്റ് ബ്യൂറോയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ ഇതുമൂലം നമ്മുടെ ക്രെഡിറ്റ് സ്കോർ മോശമാകും. പിന്നെ ബൈ നൗ പേ ലേറ്റർ ക്രെഡിറ്റ് കാർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് കാർഡുകൾക്ക് നോർമലി ഒരു ജോയിനിങ് ഫീസ് ഉണ്ടാകും, ആനുവൽ ഫീസ് ഉണ്ടാകും. പിന്നെ നമുക്ക് പല തരത്തിലുള്ള റിവാർഡ് ബെനിഫിറ്റ്, ക്യാഷ് ബാക്ക് ബെനിഫിറ്റ് ഒക്കെ ഉണ്ടാകും. ഇതൊന്നും തന്നെ ബൈ നൗ പേ ലേറ്ററിൽ വരുന്നില്ല. നമുക്ക് ജോയിനിങ് ഫീസ് ഇല്ല, ആനുവൽ ഫീസ് ഇല്ല, അതുപോലെ തന്നെ റിവാർഡ് ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നും പ്രത്യേകിച്ചില്ല. പിന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് 36 മാസം വരെയൊക്കെ EMI ഇടുവാനായിട്ട് സാധിക്കും. അതേസമയം ബൈ നൗ പേ ലേറ്റർ ആണെങ്കിൽ നമുക്ക് മാക്സിമം ഒരു വർഷം വരെയൊക്കെ നമുക്ക് EMI ഇടുവാനായിട്ട് മിക്ക പ്ലാറ്റ്ഫോമുകളിലും നമുക്ക് സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ബൈ നൗ പേ ലേറ്ററിന് വരുന്ന പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ബൈ നൗ പേ ലേറ്റർ സംവിധാനം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ കുറേയധികം കംപ്ലയിൻറ്റ്സ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ദിവസേന കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറ്റുമെങ്കിൽ ഈ ഒരു ബൈ നൗ പേ ലേറ്റർ സംവിധാനം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, നല്ല എക്സ്പീരിയൻസ് ആണെങ്കിലും മോശം എക്സ്പീരിയൻസ് ആണെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വീഡിയോകൾ തുടർന്ന് ലഭിക്കാനായിട്ട് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി